നമസ്കാരം. യുദ്ധവിമാനങ്ങളടക്കം അഗ്നിക്കിരയാക്കി ഇറാൻ. ഇറാനിൽ യുദ്ധത്തിന്റെ കറുത്ത നിഴലുകൾ വീണ്ടും വീണു. അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭൂപടത്തിൽ പശ്ചിമേഷ്യ വീണ്ടും കനലെരിയുന്ന ഒരു അഗ്നിപർവ്വതമായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് സമാധാന ചർച്ചകളുടെ നേരിയ പ്രത്യാശകൾ ഉയർന്നു വരുമ്പോൾ, മറുവശത്ത് മറ്റൊരു വൻ യുദ്ധത്തിന്റെ കറുത്ത നിഴലുകൾ മേഖലയെ വിഴുങ്ങാൻ ഒരുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള മുസ്തഫ ഖമേനിയും തമ്മിലുള്ള കടുത്ത വാക്പോരുകളും സൈനിക നീക്കങ്ങളും ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ ചില നിർണായക സംഭവവികാസങ്ങൾ പുറത്തുവരുന്നത്. യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങളോട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിരിക്കുന്നു. അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രഹസ്യവും പരസ്യവുമായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നത്. എന്നാൽ ഈ ചർച്ചകൾ ഒരു യഥാർത്ഥ വഴിത്തിരിവിലേക്ക് നയിക്കുമോ, അതോ മേഖലയെ കൂടുതൽ വലിയൊരു സായുധ സംഘടനത്തിലേക്ക് തള്ളിവിടുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സഖ്യം ഇറാനെതിരെ വീണ്ടും ഒരു വിനാശകരമായിട്ടുള്ള ആക്രമണത്തിന് കോപ്പുകൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടുകൾ നിലനിൽക്കുകയാണ് ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ച് ഈ സമാധാന ശ്രമങ്ങൾ നടക്കുന്നത് എന്ന സംഭവത്തിന്റെ ഗൗരവം വല്ലാതെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട ഔദ്യോഗിക പ്രസ്താവന പ്രകാരം മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ നയതന്ത്ര ചാനലുകൾ വഴി അമേരിക്കയുമായിട്ട് നിരന്തരം സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. എന്നാൽ അമേരിക്കൻ ഭരണകൂടം മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യങ്ങൾ തികച്ചും അമിതവും ഇറാന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതുമാണ് എന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായിട്ടുള്ള ഫാർസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അമേരിക്ക 5 പോയിന്റുകൾ അടങ്ങിയ ഒരു കടുത്ത നിബന്ധനകളുടെ പട്ടികയാണ് ഇറാന് കൈമാറിയിരിക്കുന്നത്. ഇതിൽ ഇറാന്റെ ആണവ പദ്ധതികളെ പൂർണ്ണമായിട്ടും തകർക്കുന്ന തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. ഇറാൻ തങ്ങളുടെ ഒരൊറ്റ ആണവ കേന്ദ്രം മാത്രം പ്രവർത്തനത്തിൽ നിലനിർത്തണമെന്നും തങ്ങൾ കഠിനാധ്വാനത്തിലൂടെയും ശാസ്ത്രീയ മുന്നേറ്റത്തിലൂടെയും നിർമ്മിച്ചെടുത്ത ഉയർന്ന സമ്പുഷ്ടമായിട്ടുള്ള യുറേനിയത്തിന്റെ മുഴുവൻ ശേഖരവും അമേരിക്കയ്ക്ക് കൈമാറണമെന്നുമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പരമാധികാര രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആത്മാഭിമാനത്തെയും ദേശീയ സുരക്ഷയെയും പണയം വെച്ചുകൊണ്ട് ഇത്തരം അന്യായമായ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ കഴിയില്ല എന്ന ശക്തമായിട്ടുള്ള നിലപാടിലാണ് ഇറാൻ. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായിട്ടുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾക്കെതിരെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് യസ്മയിൽ ബഖായി വളരെ കടുത്ത ഭാഷയിൽ പ്രതികരിക്കുകയുണ്ടായി. തങ്ങളുടെ ന്യായമായിട്ടുള്ള ആശങ്കകളും അവകാശങ്ങളും പാകിസ്ഥാൻ മധ്യസ്ഥൻ വഴി അമേരിക്കൻ പക്ഷത്തെ കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക തങ്ങളുടെ സാമ്രാജ്യത്വ മനോഭാവം വെടിഞ്ഞ് യഥാർത്ഥത്തിൽ ആ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ മാത്രമേ ഇതുപോലുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകൂ എന്ന സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാതെ മേഖലയിൽ ശാശ്വതമായിട്ടുള്ള സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് കൃത്യമായിട്ടുള്ള മുൻവ്യവസ്ഥകളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പൊ യാതൊരു ചർച്ചയും ആരംഭിക്കുന്നതിന് മുൻപായിട്ട് അമേരിക്ക ചില അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉറപ്പ് നൽകണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ മേഖലകളിലും യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ നിരന്തരം ആക്രമണം നടത്താൻ ലെബനൻ പോലുള്ള പ്രദേശങ്ങളിൽ അടിയന്തരമായിട്ട് സമാധാനം ഉറപ്പാക്കണം. കൂടാതെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രൂരവും നിയമവിരുദ്ധവുമായിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ അത് പൂർണ്ണമായിട്ടും പിൻവലിക്കണം എന്ന് കൂടി ഇറാൻ ആവശ്യപ്പെടും. അപ്പോൾ വർഷങ്ങളായിട്ട് അന്താരാഷ്ട്ര ബാങ്കുകളിൽ അമേരിക്ക മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഇറാന്റെ ദശലക്ഷക്കണക്കിന് ഡോളർ വരുന്ന സാമ്പത്തിക ആസ്തികൾ ഉപാധികളില്ലാതെ വിട്ടുകൊടുക്കണം. അമേരിക്കയും സഖ്യകക്ഷികളും ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങൾ വരുത്തിവെച്ച വൻ നാശനഷ്ടങ്ങൾക്ക് യുദ്ധ നഷ്ടപരിഹാരം നൽകാൻ അമേരിക്ക ബാധ്യസ്ഥരാണ് എന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഉപരിയായിട്ട് ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള കടൽപാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിന്മേലുള്ള ഇറാന്റെ നിയമപരവും പരമാധികാരപരവുമായിട്ടുള്ള അവകാശങ്ങൾ അമേരിക്ക ഒരു ഔദ്യോഗികമായിട്ട് അംഗീകരിക്കേണ്ടതാണ്. അപ്പോൾ ഇറാന്റെ ഈ ആവശ്യങ്ങൾ കേവലം നിബന്ധനകളല്ല, മറിച്ച് തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉറപ്പാക്കുവാനുള്ള ന്യായമായിട്ടുള്ള പ്രതിരോധ നയതന്ത്രമാണ്. അപ്പോൾ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇറാൻ എപ്പോഴും മുൻകൈ എടുക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഒമാനുമായി ചേർന്ന് അവർ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയുടെ ജീവനാടിയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള സുരക്ഷിതമായിട്ടുള്ള കപ്പൽ ഗതാഗതം ഉറപ്പാക്കുന്നതിനായിട്ട് ഇറാൻ നേതാക്കൾ ഒമാനി ഭരണകൂടവുമായിട്ട് തീവ്രമായിട്ടുള്ള ചർച്ചകളിലാണ്. കഴിഞ്ഞ ആഴ്ച ഒമാൻ തലസ്ഥാനമായിട്ടുള്ള മസ്കറ്റിൽ ഇരു രാജ്യങ്ങളെയും ഉയർന്ന തലത്തിലുള്ള വിദഗ്ധർ പങ്കെടുത്ത യോഗം വിജയകരമായിട്ട് പൂർത്തിയാവുകയും ചെയ്തു. അപ്പോൾ പാശ്ചാത്യ ശക്തികളുടെ ഇടപെടലുകൾ ഇല്ലാതെ തന്നെ മേഖലയിലെ സുരക്ഷ പ്രാദേശിക രാജ്യങ്ങൾക്ക് സ്വയം പരിപാലിക്കാൻ കഴിയുമെന്നത് ഇറാൻ ഇതിലൂടെ തെളിയിക്കുകയാണ്.
അപ്പോൾ വിദേശ ശക്തികൾ മേഖലയിൽ ഭിന്നതയുണ്ടാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ അയൽരാജ്യങ്ങളുമായിട്ട് സൗഹൃദവും സഹകരണവുമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ മേഖലയിലെ ഒരു രാജ്യങ്ങളുമായി ഇറാന് ശത്രുതയില്ല എന്നും അവർ എക്കാലത്തും സ്ഥിരമായിട്ടുള്ള അയൽരാജ്യക്കാരായിരിക്കുമെന്നും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുടെയും ഒപ്പം തന്നെ ഇസ്രായേലിന്റെയും കുതന്ത്രങ്ങളിൽ വീണുപോകാതെ ജാഗ്രത പാലിക്കണമെന്നും വിദേശ ശക്തികളെ മേഖലയിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത് ഒടുവിൽ വലിയ വിപത്തിന് കാരണമാകുമെന്നും ഇറാൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ സ്വന്തം സുരക്ഷയേക്കാൾ ഉപരി മേഖലയുടെ മൊത്തത്തിലുള്ള സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കുമാണ് ഇറാൻ മുൻഗണന നൽകുന്നത്. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സൈനിക നീക്കങ്ങൾ ഇറാന്റെ ആശങ്കകൾ ശരിവെക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ അടിയന്തര ചർച്ചകൾ മേഖലയിൽ വീണ്ടും ഒരു യുദ്ധത്തിന് തിരികൊളുത്തുവാനുള്ള നീക്കമാണ് എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. അപ്പോൾ ട്രംപ് വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിൽ ഒരു നിർണായക യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. അമേരിക്ക നേരത്തെ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നീക്കം അവസാനിപ്പിച്ചതായിട്ട് വരുത്തി തീർത്തെങ്കിലും അതിലും ക്രൂരമായിട്ടുള്ള ഓപ്പറേഷൻ സ്ലെഡ്ജ് ഹാമർ എന്ന പുതിയ പേരിൽ ഇറാനെതിരെ പുതിയ ആക്രമണം നടത്താൻ അമേരിക്ക പദ്ധതി ഇടുന്നതായിട്ടുള്ള രഹസ്യ വിവരങ്ങൾ പുറത്തുവരും. അമേരിക്ക ഇതിനകം തന്നെ ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കുവാനുള്ള മാപ്പുകൾ തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ഈ യുദ്ധവെറി ഇറാന്റെ പ്രതിരോധ വീര്യത്തെ തകർക്കുവാനുള്ള നീക്കമാണ്. എന്നാൽ തങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന യാതൊരു തരത്തിലുള്ള ചെറിയ ആക്രമണത്തിനും കനത്ത തിരിച്ചടി നൽകാൻ ഇറാനിയൻ സേനയും ഇറാനിയൻ സായുധ സേനയും പൂർണ്ണ സജ്ജമാണ് എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അപ്പോൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇറാൻ എപ്പോഴും തങ്ങളുടെ ആത്മാഭിമാനം നയതന്ത്ര നൈപുണ്യവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സാമ്രാജ്യത്തെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ ചർച്ചകളുടെ വാതിൽ തുറന്നിടുമ്പോൾ തന്നെ തങ്ങളുടെ അവകാശങ്ങളിൽ ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ തയ്യാറല്ല. വരാനിരിക്കുന്ന ദിവസങ്ങൾ പോലും ലോക ചരിത്രത്തിൽ തന്നെ നിർണായകമാകുമായിരിക്കും. ഒന്നുകിൽ അമേരിക്ക തങ്ങളുടെ അമിതമായിട്ടുള്ള ആവശ്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇറാന്റെ മുൻ വ്യവസ്ഥകൾ അംഗീകരിച്ച് ശാശ്വത സമാധാനത്തിലേക്ക് വരണം, അല്ലെങ്കിൽ ഓപ്പറേഷൻ സ്ലെഡ്ജ് ഹാമർ പോലുള്ള യുദ്ധ ഗൂഢാലോചനകളുമായി മുന്നോട്ട് പോയി ലോകത്തെ ഒരു വലിയ സാമ്പത്തിക സൈനിക ദുരന്തത്തിലേക്ക് തള്ളിവിടണം. അപ്പോൾ എന്ത് തന്നെയായാലും സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പ്രാദേശിക സുരക്ഷിതത്വവും കാത്തുസൂക്ഷിക്കുവാൻ ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം അന്താരാഷ്ട്ര തലത്തിൽ ഈ പറയുന്ന പോലെ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞതാണ്. നയതന്ത്രത്തിന്റെ പാതയിലൂടെ ഒരു വഴിത്തിരിവ് ഉണ്ടാകുമോ അതോ യുദ്ധകാഹളം മുഴങ്ങുമോ എന്നത് നമ്മൾ കാത്തിരുന്ന് വളരെ വിവേകപൂർണ്ണമായിട്ടുള്ള തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു, ഈ പറയുന്ന യുദ്ധമെന്ന് പറയപ്പെടുന്നത് ആരംഭിക്കുകയാണ് വീണ്ടും. ഇറാനിൽ യുദ്ധത്തിന്റെ കറുത്ത നിഴലുകൾ വീഴുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. യുദ്ധവിമാനങ്ങളടക്കം അഗ്നിക്കിരയാക്കി ഇറാൻ മുന്നോട്ട് കുതിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇനിയും യുദ്ധം തുടരുകയാണ് എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെയും പെന്റഗന്റെയും വാഷിംഗ്ടന്റെയും തീരങ്ങളിൽ വലിയ മിസൈലുകൾ അടക്കം വർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകളിലാണ് ഇറാൻ എന്നുള്ളത്. അതായത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെ അടക്കം അഗ്നിക്കിരയാക്കുമെന്ന് ഇറാന്റെ പ്രതിജ്ഞ.